iPhone ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരു ഫീച്ചറാണ് 2018 ആപ്പിൾ iOS 12നോടൊപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ Siri ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ഫീച്ചർ. ഈ Siri ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞ ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഐഫോണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമ്മൾ കരുതിയേക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില Siri ഓട്ടോമേഷൻസും Siri ഷോർട്ട്കട്ട്സുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഐഫോൺ യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അറിയാതെ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്തേക്കാം. അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് ഷോർട്ട് കട്ട്സ് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇത് ആപ്പിളിൻ്റെ സ്വന്തം Siri ഷോർട്ട് കട്ടാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതാനും ചില ഓട്ടോമേഷൻസ് ആണ്. ഈ ഓട്ടോമേഷൻസും Siri ഷോർട്ട് കട്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കൊടുത്തേക്കുന്ന കുറച്ച് വാല്യൂ, അത് സർട്ടൻ ടൈമിലും സർട്ടൻ കാര്യങ്ങളെയും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അത് ആ ഒരു ടൈമും ആ ഒരു പർട്ടിക്കുലർ സ്ഥലമോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൊടുത്തേക്കുന്ന ക്രൈറ്റീരിയ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസിൽ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതാണ്. Siri ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്തേക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഷോർട്ട് കട്ടാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനാണ്. ആ ഒരു ഓപ്പറേഷൻ നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് Siri ഷോർട്ട് കട്ടും ഓട്ടോമേഷൻസും. ഓട്ടോമേഷൻസിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലോ പവർ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓട്ടോമേഷനാണ്. നിലവിൽ നമുക്കറിയാം 20% താഴത്തേക്ക് നമ്മുടെ ബാറ്ററി ലെവൽ പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ലോ പവർ മോഡിലേക്ക് പോവുകയാണ്. അത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 40% എത്തുമ്പോൾ അല്ലെങ്കിൽ 50%ലേക്ക് നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററി എത്തുമ്പോഴേ നമുക്ക് ആ ഒരു ലോ പവർ മോഡ് ഓട്ടോമാറ്റിക്കലി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേഴ്സണൽ ഓട്ടോമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം ബാറ്ററി ലെവൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ബാറ്ററി ലെവലിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ 3-4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ 50, റൈസ് അബവ് 50, ഫോൾ അബവ് ബിലോ 50 എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഈ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ഒരു 40% അല്ലെങ്കിൽ 50%, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 50% ആണ് സെലക്ട് ചെയ്യുക. 50% എത്തി കഴിയുമ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ലോ പവർ മോഡാണ് എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെർച്ചിന് ആഡ് ആക്ഷൻസ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ബാറ്ററി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്ന് ഗെറ്റ് ബാറ്ററി സ്റ്റാറ്റസ്, അത് രണ്ടാമത്തത് സെറ്റ് ലോ പവർ മോഡാണ്. സെറ്റ് ലോ പവർ മോഡിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ടേൺ ലോ പവർ മോഡ് ഓൺ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ് എന്നായിരിക്കും കാണുന്നത്. ആ ഓഫിൻ്റെ അവിടെ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓണും ആവും. വേണമെങ്കിൽ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം വെൻ ബാറ്ററി ലെവൽ ഈസ് 50%, 50% എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോ പവർ മോഡ് എനേബിൾ ആവും. അതാണ് അവിടെ കൊടുത്തേക്കുന്നത് ആ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ആക്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കാണാം ആസ്ക് ബിഫോർ റണ്ണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. അപ്പം അത് നമ്മൾ ഡിസേബിൾ ചെയ്യുക. ഡോണ്ട് ആസ്ക് കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പം നമുക്ക് എപ്പം നമ്മുടെ ഡിവൈസ് 50% അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നമ്പറിലേക്ക് എത്തുന്നോ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ലോ പവർ മോഡ് എനേബിൾ ചെയ്യും. അങ്ങനെ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ രണ്ടാമത്തെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കാറുകളൊക്കെ ഉപയോഗിക്കാറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളിലെല്ലാം തന്നെ ഒരു കാർ സ്റ്റീരിയോയും കാണും. അതിൽ ചിലപ്പം ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്നത് കാണാം, ഇല്ലാത്തതും കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാറിലേക്ക് കയറി കഴിയുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമുക്ക് മ്യൂസിക് ട്രാക്കോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റോ ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതാകുമ്പോൾ നമുക്ക് കാറിൽ കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റീരിയോ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇഷ്ടമുള്ള ആ പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ മ്യൂസിക് പ്ലേലിസ്റ്റ് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ ഓപ്ഷനിലേക്ക് പോവുക. അതിൽ നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം വൈഫൈ ബ്ലൂടൂത്ത് എന്ന ഓപ്ഷൻ. അതിൽ ബ്ലൂടൂത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം വാഹനത്തിലെ സ്റ്റീരിയോ അതിൻ്റെ പേര് ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അതിനുവേണ്ടി ഡിവൈസ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചൂസിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മഹേന്ദ്ര കാണാം. അതാണ് നമ്മുടെ സ്റ്റീരിയോ. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ വരും. അതിൽ നെക്സ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ആഡ് ആക്ഷൻസ് ഉള്ളിടത്ത് ടാപ്പ് ചെയ്യുക. ഇവിടെ വന്ന് കഴിയുമ്പം നമ്മൾ ചിലവർ ആപ്പിൾ മ്യൂസിക് ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ സ്പോട്ടിഫൈ ആയിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക് ആയിരിക്കും. ഇങ്ങനെ പല മ്യൂസിക് പ്ലേയിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓപ്പൺ ആപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിംഗ് എന്ന ഓപ്ഷനിൽ നമുക്ക് കാണാം ഓപ്പൺ ആപ്പ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് ആപ്പാണെന്നുള്ളത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് യൂട്യൂബ് മ്യൂസിക്കാണ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് യൂട്യൂബ് മ്യൂസിക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്റ്റീരിയോ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഐഫോണിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന ഏത് ആപ്പാണോ അത് ഓട്ടോമാറ്റിക്കലി സിങ്ക് ആകുന്നതായിരിക്കും. മനസ്സ് അത് സെറ്റായി കഴിയുമ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിയുമ്പോൾ നമ്മളെപ്പം നമ്മളെ കാർ സ്റ്റീരിയോ ആയിട്ട് കണക്ട് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആകും. അങ്ങനെ ചെയ്യാം. ഇനി ഇതല്ല,
നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ പ്ലേലിസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ പ്ലേലിസ്റ്റ് മാത്രം പ്ലേ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലേലിസ്റ്റ് മാത്രമായിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഒരു ഓട്ടോമേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് മ്യൂസിക് പ്ലെയർ ആപ്പാണോ അതിലേക്ക് പോവുക. ഞാനിവിടെ ഈ ഒരു ആപ്പ് യൂട്യൂബ് മ്യൂസിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മളെ പ്ലേലിസ്റ്റ് ഇപ്പോൾ ഇതാണ് എൻ്റെ പ്ലേലിസ്റ്റ് കാർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ്. അതിൽ നമുക്ക് ഇവിടുന്ന് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിയുമ്പോൾ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അങ്ങനെ കോപ്പി ചെയ്യാൻ സാധിക്കും. വൺസ് അത് കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഓട്ടോമേഷൻസിൻ്റെ ഓപ്ഷനിലേക്ക് പോവുക. ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ. അതിൽ ബ്ലൂടൂത്ത് വീണ്ടും ടാപ്പ് ചെയ്യുക. നമ്മുടെ സ്റ്റേരിയോ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡൺ ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആക്ഷൻസ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിയുമ്പം ആഡ് ആക്ഷനിൽ ടാപ്പ് ചെയ്തിട്ട് ഓപ്പൺ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്യുക. അല്ല, ഓപ്പൺ URL നിന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ലിങ്കും URL എല്ലാം ഏകദേശം സെയിം ആയതുകൊണ്ട് മാറിപ്പോയതാണ്. അപ്പോൾ ഓപ്പൺ URLസിൽ ടാപ്പ് ചെയ്യുക. അവിടെ കൊണ്ടുപോയിട്ട് നമ്മളിപ്പം പേസ്റ്റ് ചെയ്തേക്കുന്ന ആ ലിങ്ക് അല്ലെങ്കിൽ URL പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പം അതാണ് നമ്മളുടെ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മളെപ്പോൾ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റേരിയോയായിട്ട് കണക്ട് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി ഈ പ്ലേലിസ്റ്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലേ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ നാലാമത്തെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഓട്ടോമേഷനാണ്. അതായത് നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ ജോലി സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ നമ്മുടെ വീട്ടുകാർക്കോ ഈ ഒരു മെസ്സേജ് നമ്മൾ അവിടെ എത്തി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ജോലി വേണ്ട, നമ്മളിപ്പം ഏതെങ്കിലും ഒരു സ്ഥലം വിസിറ്റ് ചെയ്തു, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, അവർക്ക് നമ്മൾ അവിടെ ചെന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ ബേസ് ഓട്ടോമേഷൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ ടാപ്പ് ചെയ്യുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ അറൈവ് ലീവ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ അറൈവ് എന്നുള്ളത് ടാപ്പ് ചെയ്യണം. കാരണം നമ്മൾ ചെല്ലുമ്പോഴാണ് ആ ഒരു മെസ്സേജ് കൊടുക്കേണ്ടത്. അറൈവ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ നമ്മൾ ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ട്രിവാൻഡ്രം സെലക്ട് ചെയ്തു. ഇപ്പം നമ്മളിപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ ഒരു ഏരിയ ഇപ്പം നമുക്ക് താഴെ കാണാം. താഴെ മാപ്സിൽ ആ ഒരു പിൻ പോയിന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷനൊക്കെ കൊടുത്താൽ മതി. നമ്മുടെ പിൻ പോയിന്റ് ഏരിയ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സൈഡിൽ ഒരു സ്ക്രോൾ ബാർ കാണാൻ സാധിക്കും. അത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പം നമുക്ക് 800 മീറ്റേഴ്സ് 600 മീറ്റേഴ്സ് 4000 മീറ്റർ എന്നൊക്കെ പറഞ്ഞ് കുറേ കാണിക്കുന്നതാണ്. അത് ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മൾ അവിടെ എത്തി എന്നുള്ളത് പിൻ പോയിന്റ് ലൊക്കേഷൻ കൊടുക്കത്തില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ അങ്ങനെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിനു ശേഷം ഡൺ കൊടുത്ത് കഴിയുമ്പം ഇനിയുള്ളത് താഴെയുള്ള എനി ടൈം അല്ലെങ്കിൽ ടൈം റേഞ്ച് എന്നുള്ള സംഭവമാണ്. നമുക്ക് എനി ടൈം ആണ് കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ആഡ് ആക്ഷൻ എന്നുള്ളിടത്ത് പോയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ അയക്കുന്ന മെസ്സേജ് നമുക്ക് വാട്സാപ്പ് വഴി അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വാട്സാപ്പ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. സെൻഡ് മെസ്സേജ് വിയ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ആർക്കാണ് അത് മെസ്സേജ് സെൻഡ് ചെയ്യണം എന്നുള്ളത് ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആളെ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആർക്കാണോ അയക്കേണ്ട അവരുടെ ആ ഒരു പേര് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവർക്ക് കൃത്യമായിട്ട് മെസ്സേജ് പൊക്കോളും. ഇനി അതല്ല നോർമൽ മെസ്സേജ് ആയിട്ട് അത് സെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ സെൻഡ് മെസ്സേജ് എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം എന്ത് മെസ്സേജ് ആണെന്നുള്ളത് സെൻഡ് മെസ്സേജ് എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഇപ്പം ഞാൻ ഇവിടെ ഹൈ റീച്ച് ഹിയർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഇനി ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ള റെസിപ്പിയൻറ്റിൻ്റെ പേര് ഇവിടെ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുത്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പം സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് നമ്മളവിടെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഏതാനും ചില ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് സിരി ഷോർട്ട് കട്ടുകളും കൂടെ പരിചയപ്പെടാം. അതിൽ ഷോർട്ട് കട്ടിൻ്റെ ഓപ്ഷനിൽ പോയി കഴിയുമ്പം ഇതാണ് ഷോർട്ട് കട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാകും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ ആദ്യത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് RAW to HEIC എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് കൺവേർട്ടറാണ്. അതായത് നമ്മൾ ഫോട്ടോസ് നമ്മൾ ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോ ഒക്കെ RAW ഫോട്ടോസാണ് നമ്മുടെ അടുത്തെങ്കിൽ അതിൻ്റെ സൈസ് കൂടുതലായിരിക്കും. അത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്ത് സൈസ് കുറഞ്ഞ ഒരു HEIC കംപ്രസ്ഡ് വേർഷനിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളിപ്പം നമ്മുടെ ഫോട്ടോ ലൈബ്രറി പോയി ഈ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം RAW എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു RAW ഇമേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് ജസ്റ്റ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് RAW ഫോട്ടോ ആണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 22 MB ആണ്. 22 MB അത്രയും സൈസ് പോകും. അപ്പോൾ നമുക്കിത് കൺവേർട്ട് ചെയ്ത് HEIC കൺവേർട്ട് ലൈറ്റ് ഫോർമാറ്റിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആ ഒരു ഷെയർ ഷെയ്ഡിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷോർട്ട് കട്ട് ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് RAW to HEIC. അതിൽ ടാപ്പ് ചെയ്തു.
ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം മേളിൽ ഷോർട്ട് കട്ട് റണ്ണാണ്. അപ്പം റൺ ചെയ്യുന്ന സമയത്ത് ചോദിക്കും ഇത് ഡിലീറ്റ് ചെയ്യണോ, റോ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. വേണ്ട, അത് ഡിലീറ്റ് കൊടുത്ത് കഴിയുമ്പം നമുക്കത് ഓട്ടോമാറ്റിക്കലി HEIC കുറഞ്ഞ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ആകുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കൺവേർട്ട് ചെയ്ത ഇമേജ്. അതിൻ്റെ മേളിൽ റോ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം HEIF കൺവേർട്ടർ വേർഷനാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും 668 KB മാത്രമേ ഉള്ളൂ. അതാണ് ആ ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും കുറയാതെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതാണ് ഈ ഒരു കൺവേർട്ടർ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഇതിലെ രണ്ടാമത്തെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് യൂട്യൂബ് PIP ഷോർട്ട് കട്ടാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കറിയാം യൂട്യൂബിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ PIP മോഡിൽ. അതായത് ഇതാണ് PIP മോഡ്. നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഇതാണ്. നമുക്ക് ഏത് ആപ്പിലും ഇങ്ങനെ ഫ്ലോട്ടിംഗ് സ്ക്രീനായിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോ കാണാൻ സാധിക്കും. അതാണ് PIP മോഡ്. ഇത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് PIP മോഡിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു അഡീഷണൽ ആപ്ലിക്കേഷൻ കൂടെ ഡൗൺലോഡ് ചെയ്യണം. ഇത് വർക്ക് ആണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റബിൾ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഇത് നമ്മൾ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. സ്ക്രിപ്റ്റബിൾ ഇതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് വെറുതെ വെച്ചാൽ മതി. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട. അതിനുശേഷം ഏത് വീഡിയോ ആണ് കാണേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. സൈഡിൽ നമുക്ക് ആ ഒരു ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു മോറിലേക്ക് പോവുക. അവിടെ ടാപ്പ് ചെയ്യുമ്പം നമ്മൾ മുന്നേ ഷോർട്ട് കട്ട് എടുത്ത പോലെ തന്നെ നമുക്ക് യൂട്യൂബ് PIP ഷോർട്ട് കട്ട് അവിടെ കാണാം. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അലൗ PIP ടു ഷെയർ സ്ക്രിപ്റ്റബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ അലൗ വൺസ് കൊടുക്കുക, അല്ലെങ്കിൽ അലൗ ഓൾവേസ് ആണെങ്കിലും കൊടുത്താലും മതി. കൊടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് യൂട്യൂബ് ഇതിലേക്ക് സ്ട്രീം ആവും, നമ്മുടെ സഫാരിയിലേക്ക് കണക്റ്റ് ആവും. അങ്ങനെ കണക്റ്റ് ആവുന്ന വീഡിയോ ആണ് നമ്മളിപ്പം ഈ കാണുന്നത്. ഇത് യൂട്യൂബിൻ്റെ ആപ്പിൽ നിന്നുള്ളതല്ല, ഇത് സഫാരി ആപ്പിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് നോർമലി നമ്മളെ യൂട്യൂബിലെ എല്ലാ വീഡിയോസും കാണുന്ന പോലെ, അല്ലെങ്കിൽ യൂട്യൂബ് ആപ്ലിക്കേഷൻസിനകത്ത് കാണുന്ന പോലെ തന്നെ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് പ്രീമിയം മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ യൂട്യൂബിലെ PIP മോഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും യൂട്യൂബ് വീഡിയോസിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 16 ഏതാനും ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന Siri ഷോർട്ട് കട്ട്സും Siri ഓട്ടോമേഷൻസും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ smash ചെയ്യുക. So once again, this is me, Milan. Catch you guys next video. Till then, peace.